മറുനാടൻ ബോച്ചയുടെ തേയിലപ്പൊടി കച്ചവടം തുടങ്ങുമോ? തനിക്കെതിരെയുള്ള വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുവാൻ മറുനാടന്റെ ഓഫീസിലേക്ക് വരുവാൻ താൻ തയ്യാറാണ്, ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാണോ എന്ന് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ഷാജനെ വെല്ലുവിളിച്ചിരുന്നു. അതുവരെ ബോബിയെ വലിച്ചു കീറിക്കൊണ്ടിരുന്ന മറുനാടൻ വളരെ ആദരവോടെയും മാന്യതയോടെയും ആ വെല്ലുവിളി സ്വീകരിക്കുകയുണ്ടായി. 4-ന് പകരം 5-ാം തീയതി രാവിലെ 11 മണിക്ക് ആക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. കുടുംബാംഗങ്ങളെ ദയവായി ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. വളരെ കോൺഫിഡൻ്റായ മറുനാടൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ബോബി ഭയന്നു മാറുമെന്നാണ് അദ്ദേഹം കരുതിയത്. എന്ന് മാത്രമല്ല, ലൈവായി ഈ കൂടിക്കാഴ്ച ടെലികാസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചപ്പോൾ ബോബി ഭയന്ന് പിന്മാറിയെന്ന് ഷാജൻ മറ്റൊരു വീഡിയോ ഇന്നലെ ഇറക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തനിക്ക് ഒരൊറ്റ തന്തയും ഒരൊറ്റ വാക്കുമേ ഉള്ളൂ എന്നും അതുകൊണ്ട് തന്നെ 5-ാം തീയതി ഉറപ്പായും മറുനാടന്റെ ഓഫീസിൽ എത്തുമെന്നും ബോബി പ്രഖ്യാപിച്ചു. നമ്മൾ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ്. നമുക്കൊരൊറ്റ തന്ത ഒറ്റ വാക്ക് അല്ലേ, ഏകി ബാത്ത് ഏകി ബാപ്പ്, അങ്ങനെയാണ് നമ്മുടെ ശീലം. അപ്പം അങ്ങനെ പേടിച്ച് പിന്മാറിയ ചരിത്രം നമുക്കില്ല. അതുപോലെ താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെ മറുനാടൻ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിയെന്നും ബോബി പറയുകയുണ്ടായി. സാജനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ. വർഷങ്ങളായിട്ട് ബോച്ചയെക്കുറിച്ചും എൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന്. അതിന് ഒരു 35 വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയത് ഞാൻ അതിന് മറുപടിയുമായിട്ട് ഇത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കാൻ ഉള്ള രേഖകളുമായി തിരുവനന്തപുരത്ത് ഷാജൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഞാൻ വരാം എന്ന് പറയണ്ടായി. ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ നേരെ കഥ മാറി. അപ്പോൾ ഞാൻ വെല്ലുവിളിച്ചു, ഈ വ്യാജ വാർത്തകളാണ് എന്ന് ഞാൻ തെളിയിക്കുകയാണെങ്കിൽ ഷാജൻ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടുമോ എന്നാണ് ചോദ്യം. മറുനാടൻ മലയാളി പൂട്ടുമോ എന്ന്. അപ്പോൾ അദ്ദേഹം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി ഇട്ടു, പൂട്ടണോ? ഞാൻ വ്യാജ വാർത്തയാണെന്ന് ഞാൻ തെളിയിച്ചാൽ പൂട്ടണം, പക്ഷെ അത് പൂട്ടണോ? അത് കുറച്ച് അക്രമമല്ലേ? പകരം ഞാൻ മാപ്പ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഇട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി അദ്ദേഹം പൂട്ടുകയാണെങ്കിൽ, പൂട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ഞാൻ പൂട്ടുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനം ഞാൻ അടച്ചു പൂട്ടും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒറ്റ തന്തയുള്ളൂ, ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരം ഒന്നാണ് എന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു അന്തസ്സ് എനിക്കുണ്ടല്ലോ. ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ ഒരു നിലവാരമുള്ള കേസുകളെ എടുക്കാറുള്ളൂ. പക്ഷേ ഷാജൻ ഒരു നിലവാരമില്ലാത്ത കാര്യം പറഞ്ഞ അടച്ചു പൂട്ടോ എന്ന് ചോദിക്കുമ്പോൾ മാപ്പ് പറഞ്ഞാൽ പോരെ എന്നാണ് പറയുന്നത്. ഷാജന് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നെനിക്കറിയാം. ഒരുപാട് സ്ഥലത്ത് കരഞ്ഞു കാല് പിടിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതും എയർപോർട്ടിൽ അടി കിട്ടാൻ പോകുന്നതും തുടങ്ങി ഒരു പിടി സംഭവങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല. അദ്ദേഹം ഒരു ട്വിസ്റ്റ് നടത്തിയത് എന്താണെന്ന് വെച്ചാൽ വാദിയെ പ്രതിയാക്കാൻ നോക്കുക. ഇതിൽ ഒന്ന്, ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത് വരുന്നുണ്ടെന്നും അത് ലൈവ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ എന്ന്. ലൈവ് ചെയ്യണമെന്ന് ഞാനേ പറയണേ. അതിപ്പോൾ എൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ എൻ്റെ സീൻ എടുത്തിടും ഞാൻ പറയണത്. അപ്പോൾ ആള് പറയുന്നത് ഞാൻ ലൈവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ബോച്ചയെ പേടിച്ചോടും എന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞാനാണ് ലൈവ് ചോദിച്ചത്, ഞാനാണ് അങ്ങോട്ട് വന്ന് തെളിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ നേരെ തിരിച്ചിട്ടിട്ട് അതൊരു സൈക്കോളജിക്കൽ, അതൊക്കെ കാണുന്നവര് ഷാജൻ വെല്ലുവിളിച്ച പോലെ. അപ്പോൾ ആരാണ് ആദ്യം വെല്ലുവിളിച്ചതെന്നുള്ള സീനും ലൈവ് ആവശ്യപ്പെട്ടതും ആരാണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ സഹിതം ഇടണം. ബോബിയോടുള്ള ഷാജന്റെ വിരോധത്തിന്റെ കാരണം മറുനാടൻ ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കൊടുക്കാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. യഥാർത്ഥ പ്രശ്നം, ഞാൻ ഈ ഓട്ടം ഒരു 10 വർഷം മുമ്പാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ റോട്ടിക്കോടെ 812 കിലോമീറ്റർ ഓടി. അന്ന് എന്നെ വാനോളം പുകഴ്ത്തി എഴുതിയിരുന്നു എന്നെക്കുറിച്ചിട്ട്. അത് കഴിഞ്ഞ് എന്നെയും സിനിമാ നടൻ സുരാജിനെയും
UK ഓൺലൈൻ്റെ ഉദ്ഘാടനമായിട്ടും ക്ഷണിച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല, ആൾക്കും പോകാൻ പറ്റിയില്ല. തെറ്റാണ്, ഏറ്റിട്ട്. പക്ഷെ സാങ്കേതിക ചില പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. മാത്രമല്ല, ഒരു 5 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടം സമാപിച്ച് ഞാൻ തിരുവനന്തപുരം കോവളം ലീലയിലാണ് എൻ്റെ ഓർമ്മ, ഒരു പെൺകുട്ടിയെ ഒരു കടലാസുമായിട്ട് ഒരു ലെറ്ററുമായിട്ടാണ് ആൾ അയച്ചത്. ഈ 5 ലക്ഷത്തിൻ്റെ കഥ പിന്നീടാണ് സ്റ്റാഫ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഇങ്ങനെ ഒരു കടലാസ് തന്ന് ആളെയും വിട്ടിരുന്നല്ലോ, 5 ലക്ഷത്തിൻ്റെ കഥ. അത് ഇതുവരെ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞത്, ആദ്യമൊക്കെ പറഞ്ഞത് 1 രൂപ ഞാൻ ആളെ ഇത് വാങ്ങിച്ചിട്ടില്ല, എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. ഇന്നാളൊരു സമയത്ത് പറയുകയുണ്ടായി 1 ലക്ഷം രൂപയോ മറ്റോ തന്നിട്ടുണ്ട് എന്നാ തോന്നണേ എന്ന് പറഞ്ഞു. അത്രയുണ്ട്. 5 ലക്ഷം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് കൊടുത്തോ? നമ്മള് കൊടുത്തിട്ടില്ല. ഞാൻ പോയില്ല, കൊടുത്തില്ല. അതല്ലാതെ ഒരു പൈസ എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലേഡി എൻ്റെ അടുത്ത് വന്നിരുന്നു, 5 ലക്ഷം സ്പോൺസർഷിപ്പും അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തോ അന്ന് ചോദിച്ച പോലെ തോന്നുന്നു പറയുമായിരിക്കും, ചിലപ്പോൾ അത് നിഷേധിക്കുമായിരിക്കും. അത് ആൾ തീരുമാനിക്കേണ്ടത്, നിഷേധിക്കണം. പക്ഷെ ഇതുവരെ 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി മാറ്റി പറയുമെന്ന് നമുക്ക് നോക്കാം. ഇതിന് മറുപടി പറയേണ്ടുന്നത് ഷാജനാണ്. കാശ് ചോദിച്ചിരുന്നോ ഇല്ലയോ എന്ന്. അതുപോലെ മറുനാടൻ ആവശ്യപ്പെട്ടതുപോലെ മറുനാടൻ വാർത്ത സത്യമാണെന്ന് ഷാജന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ സാധിച്ചാൽ തൻ്റെ പ്രസ്ഥാനം പൂട്ടാനും തയ്യാറാണെന്ന് ബോബി പറയുന്നു. അതോടൊപ്പം മറുനാടനാണ് തോൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ബോബി പറയുന്നത് കേൾക്കുക. ഇനി ഞാനൊരു സ്കീമും കൂടെ വെച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനം അടച്ചു പൂട്ടിയാൽ അവിടെയുള്ള ഒരുപാട് പേർക്ക് ജോലി പോവും. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സ്കീമും കൂടെ ഉണ്ട്. ഷാജൻ അടച്ച് അന്ന് തന്നെ താക്കോല് തരികയാണെങ്കിൽ, ഷാജൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. അവരുടെ ജോലി പോകരുത്. ഈ പ്രസ്ഥാനം വ്യാജ വാർത്തയില്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ നടത്താം, അന്തസ്സായിട്ട് നടത്തി കാണിക്കാം. എന്നിട്ട് ഈ കിട്ടുന്ന 10-50 ലക്ഷമൊക്കെ കിട്ടുമ്പോൾ ആ 25 ലക്ഷം പകുതി ഈ സ്റ്റാഫുകൾക്ക് ആനുകൂല്യമായിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ സാലറി മാത്രമല്ല, ഇൻസെൻറ്റീവ് മാത്രമല്ല, നന്നായിട്ട് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കും. അപ്പം 50 ലക്ഷം കിട്ടി 25 ലക്ഷം സ്റ്റാഫിന് കൊടുക്കാം, അല്ലെ അവരുടെ സാലറി ഡബിൾ ആക്കാം. അവർക്ക് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കട്ടെ. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ വ്യാജ വാർത്തകൾ മാറ്റി നല്ല വാർത്തകളാക്കും. ബാക്കി 50% പാവങ്ങൾക്ക് കൊടുക്കാം. കൊള്ളാലോ. എനിക്ക് 10 പൈസ വേണ്ട. എനിക്കൊരു വ്യാജ വാർത്ത പ്രസ്ഥാനം നല്ലൊരു സ്ഥാപനമാക്കി മാറ്റുക, നാടിന് സത്യസന്ധമായ വാർത്തകൾ അറിയാം. അല്ലാണ്ട് ഈ 10-40 ചാനലുകൾ നടത്തിയിട്ട് പലതിലും ഐശ്വര്യറായി ഇതാണ്, മകളെ കണ്ടില്ലേ, മറ്റേ കണ്ടില്ലേ, ചാനൽ അറിയപ്പെടുന്നതും ഷാജന്റെ അന്ന് അല്ലാത്ത ചാനലുകൾ ആളുടെ അല്ലാത്ത രീതിയിൽ വേറെ ബ്രാൻഡിലൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നു. ഇതൊക്കെ ഞാൻ ചോദിക്കാം. പറ്റുകയാണെങ്കിൽ ആളുടെ സ്റ്റാഫുകളിലെ ചിലവരവിടെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരാം. അപ്പം ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ആൾ പറഞ്ഞോട്ടെ, അയ്യോ ഈ 40 ചാനലും എൻ്റെ അല്ല, ഇത് ഇങ്ങനെയല്ല, ഞാൻ സാമ്പത്തിക രാജ്യങ്ങളുടെ ഇടയിൽ സാമ്പത്തികം ഇത് നടത്തിയിട്ടില്ല, മറ്റേ ചെയ്തിട്ടില്ല, മറിച്ചേ ചെയ്തിട്ടില്ല, ആള് തെളിയിച്ചോട്ടെ. ബോബി ചെമ്മണ്ണൂർ 5-ാം തീയതി എത്തുമെന്ന് ഉറപ്പിച്ചതോടെ ഷാജൻ അങ്കലാപ്പിലായി. കാരണം നാക്കിനെല്ലില്ലാത്ത ബോബി എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റില്ല. ഷാജന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും പോയ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും ഷാജന് പണം നൽകി സഹായിച്ച ആളുകളുടെ എല്ലാം കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ വാങ്ങിയായിരിക്കും ബോബിയുടെ വരവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.